നമ്മുടെ പ്രവൃത്തികളെ ആദ്യം ശരിയാക്കുക. ഭഗവാൻ ഇഷ്ടമല്ലാത്ത, ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഈ കൈ കൊണ്ട് ചെയ്യരുത്. ഭഗവാന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഈ കൈ വെച്ച് ചെയ്യാൻ പാടില്ല. പിന്നെന്ത് ചെയ്യണം? ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യണം ഈ കൈ വെച്ച്. അപ്പൊ ഈ കൈ വെച്ച് നമ്മൾ ഭഗവാന് വേണ്ടി മാക്സിമം സേവനങ്ങൾ ചെയ്യുക. ഇനി കൈകളെക്കാട്ടിയും ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏത് അവയവമാണ്? നാക്ക്. അതുകൊണ്ട് കൈകൾ കൊണ്ട് മാക്സിമം ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക, നാവ് കൊണ്ട് നാമം ജപിക്കുക, നിരർത്ഥകമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അത്രേ ഉള്ളൂ. ഇത് രണ്ടും കറക്റ്റ് ആക്കുമ്പോൾ ചിന്തകൾ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആണ്. കാരണം എന്താണോ നമ്മൾ കൈവച്ച് ചെയ്യുന്നത്, എന്താണോ നാവ് കൊണ്ട് പറയുന്നത്, അത് തന്നെയായിരിക്കും മനസ്സിൽ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. കൈകൊണ്ടുള്ള പ്രവൃത്തികൾ ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാക്കുക, വാക്കുകൾ ഭഗവാനായിട്ട് ബന്ധപ്പെട്ടാക്കുക. പിന്നെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഈ ലോകത്തിൽ നിന്നും അറിവ് ശേഖരിക്കുന്ന ഇന്ദ്രിയങ്ങൾ. എന്താ? കണ്ണുകൊണ്ട് കാഴ്ചകൾ കാണുന്നു, എന്ത് കാണുന്നു അത് സൂക്ഷിക്കുക. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുക, അത് മാത്രം കാണുക. നാവ് കൊണ്ട് രുചിക്കുന്നത് ഭഗവാന് നിവേദിച്ചത് മാത്രം രുചിക്കുക. ചെവി കൊണ്ട് കേൾക്കുന്നത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം കേൾക്കുക. ഒരുപാട് മാറ്റം ഉണ്ടാവും.